ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ്. ടാർ റോഡല്ല, ലോക്കേട്ടാണ്. ഇപ്പൊ എല്ലായിടത്തും ലോക്കേട്ടാണ്. അത് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്റർ മാറി അടിപൊളി ഒരു വീട്. 4 ബെഡ്റൂം 1900 സ്ക്വയർ ഫീറ്റ്. വൻ ലാഭത്തിലാണ് വീട്. ഫ്രണ്ടിൽ തന്നെയാണ് റംബൂട്ടാൻ കാഴ്ച വെക്കണം. ഇത് ഒട്ടുമാവ് നല്ല അടിപൊളി മാവാണ്. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവുന്നുണ്ട്. റംബൂട്ടാൻ കാഴ്ച വെക്കുന്നുണ്ടോ? നല്ല ഈ വീട് കണ്ട. ഇത് 1900 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീടാണ്. ഈ വീടിന് ഈ വീട്ടുകാരെ ഇട്ടേക്കണ വിലയാണ്. അതാണ് ഏറ്റവും ലാഭം എന്ന് പറഞ്ഞത്. ഇത്രയും സൗകര്യമുള്ള വീടിന് ഈ വീട്ടുകാരൻ ഇട്ടിരിക്കുന്ന വില വെറും 27 ലക്ഷം രൂപയാണ്. ഇങ്ങനെ മാങ്ങ കണ്ട, ഒട്ടുമാവാണ്. ഇത് ആകപ്പാടെ ഇവിടെ ചെയ്യണത് ഈ സൈഡിൽ കണ്ട, ഈ റോഡ് സൈഡിൽ ഒരു മതിൽ കെട്ടാനുണ്ട്, ഒരു ഗേറ്റും വെക്കണം. ഇത്ര പണി ഇവിടെ ബാക്കിയുള്ളു. സിറ്റ് ഔട്ടിന്റെ ഒക്കെ ഒരു നീളം കണ്ട കണ്ട, ഒരിക്കലും പറ്റാത്ത കിണറാണ്. എത്ര വേണ്ടി വന്നാലും ഇതിൻ്റെ അത് വെള്ളം പറ്റില്ല. പാറയെന്ന് തന്നെ വെള്ളമാണ്. അത്ര കൂളിങ്ങുമാണ്. എല്ലാവരും ഈ വീടിന് ദയവായിട്ടൊരു ലൈക്ക് അടിക്കണം കേട്ടോ. കാരണം ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. കാരണം ഇതേ കൂട്ടത്തിൽ കിടക്കാൻ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കുക. ഇനി അങ്ങോട്ട് വന്ന എല്ലാവരും വില കുറച്ച് വരണം. ഇപ്പൊ നമ്മൾ കാണിച്ചതും ഒരു റംബൂട്ടാനുണ്ടോ, ഞാൻ പിന്നെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യണ കുറെ വീഡിയോ ഉണ്ട് വില കുറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇത്രയും നാൾ ചെയ്തെല്ലാം വില കൂടിയതാണ്. ആ സ്ഥലം കൂടുതൽ വേണ്ടവർക്കുള്ളതായിരുന്നു. ഇനി നമ്മൾ ഒരു 10 സെന്റ് അതിൻ്റെ അത് താഴത്തോട്ടുള്ള ഒരു 5 സെന്റിന് മേലോട്ടും 10 സെന്റിന് താഴത്തോട്ടുള്ള വീടുകളാണ് നമ്മൾ കുറച്ച് ചെയ്യാൻ പോണ. എല്ലാവരും ഇപ്പൊ നാളെ ചെയ്യാൻ പോണൊക്കെ വെറും 30 ലക്ഷം രൂപ വീടാണ്. 7 സെന്റ് സ്ഥലവും 3 ബെഡ്റൂമുള്ള ഒരു 8 നില വീട്. അതായത് 1200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടാണ്. അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാം. ആ വീടൊക്കെ നാളെ ചെയ്യണം. വെറും 30 ലക്ഷം രൂപ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നോട്ടെ. അതെ കറിവേപ്പൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ കറിവേപ്പ് മാവമ്മയൊക്കെ മാങ്ങ ഉണ്ടായി കിടക്കണം. കാർ പോർച്ചുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ആവശ്യത്തിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറാം. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പൊ നാളേക്ക് ചെയ്യണ വീഡിയോ അതുപോലെ തന്നെ. ഇനി നമ്മൾ അങ്ങോട്ട് വില കുറഞ്ഞ വീഡിയോകളാണ് കംപ്ലീറ്റ് ചെയ്യണം. അതെ, ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. ഇവിടെ ഒരു ചെറിയൊരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊന്നും പോരാ, ഇതൊക്കെ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്യണം നല്ല രീതിക്ക്. ഇതാണ് TV ഏരിയ. ഇവിടെ ഒരു ദിവാനൊക്കെ ഇട്ടുണ്ട് കിടന്ന് കാണാൻ വേണ്ടി. അവരവരുടെ സെറ്റപ്പിന് ചെയ്തേക്കാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. ഈ വീടിന് ആകപ്പാട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുന്ന പെയിന്റ് ചെയ്യണം. കാരണം ഇത് ഇത്തിരി അഴുക്ക് പിടിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉള്ളവരോ ഇത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. 7 സെന്റ് സ്ഥലമുണ്ട്. 1900 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഉള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം. അല്ല നിങ്ങൾ കണ്ടോട്ടാ. വീട് വില കുറവാണെന്ന് പറഞ്ഞാൽ ഇത് സൗകര്യത്തിനൊന്നും ഒരു കുറവില്ല. ദേ കണ്ട, അടിപൊളി ഒരു റൂം. അതിന്റെ ബാത്റൂം നല്ല സെറ്റപ്പ് അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ കാണാം. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ. കാരണം കേരളത്തിൽ എവിടെ ഞങ്ങളുടെ വീഡിയോ ഉണ്ട്, നിങ്ങൾ വീട് വാങ്ങിച്ചാലും യാതൊരു ബ്രോക്കർ കമ്മീഷൻ കൊടുക്കണ്ട. വീടിന്റെ ഓണറോട് നേരിട്ട് പേ ചെയ്യാം. രണ്ടാമത്തെ റൂം റൂമിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് നോക്കി. ഇനി ഇതിന്റെ ബാത്റൂം ആണ്. ഇതിന്റെ ബാത്റൂം ഒക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. നിങ്ങൾ ഈ വീട് വാങ്ങിച്ച ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ വീടിനൊരു പെയിന്റ് അടിക്കുക. പിന്നെ കഴിയുമെങ്കിൽ ഫ്രണ്ടിൽ മതിൽ കെട്ടുക. മതിൽ കെട്ടി ഗേറ്റും കൂടി വെച്ച് ചെയ്യണമെങ്കിലല്ല സെറ്റപ്പായി. കാരണം ബസ് റൂട്ടിന് ഒരു 100 മീറ്റർ നടക്കാനുള്ള വഴിയേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. അത്രയും സൗകര്യമുള്ളൊരു വീടാണിത്. നിങ്ങളുടെ കിച്ചണൊക്കെ കണ്ട, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഗ്രാനൈറ്റ് ഒക്കെ ടോപ്പ് ഇട്ടേക്കണം. കണ്ട, അടിപൊളി നല്ല ഒരു ക്യാബിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. അത് ഇത് രണ്ടും കൂടി നിങ്ങൾക്ക്, അതായത് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് 21 ലക്ഷം രൂപയും അതിവിടെ 3 ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട്. അപ്പൊ 7 സെന്റ് സ്ഥലത്തിന് 3 ലക്ഷം 21 ലക്ഷം രൂപയും ഈ ഇതിന് പെരക്ക് 27 മൊത്തം 48 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ്. കാരണം 50 പറഞ്ഞിട്ട് 2 കുറച്ച് 48 ഇത് ഫൈനൽ റേറ്റ് ആണ്. 48 ലക്ഷം രൂപ ലാസ്റ്റ് ഫിക്സ്ഡ് റേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. കാരണം നല്ല സെറ്റപ്പുള്ള വീടാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല ഈ വീട്. ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആലുവയാണ്. ആലുവ, പെരുമ്പാവൂർ, പോഞ്ഞാശ്ശേരി. പിന്നെ 2020 ഇല്ലേ, 2020 ഒരു 3 കിലോമീറ്റർ ഉള്ളു. കിഴക്കമ്പലത്ത് 3 കിലോമീറ്റർ. ആലുവ പോഞ്ഞാശ്ശേരി 4 കിലോമീറ്റർ. അപ്പൊ അത്രയും അടുത്തുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെ ഹാളിൻ്റെ അകത്ത്. ഇത് കോമൺ ബാത്റൂമാണ്.
മുകളിലത്തെ നിലയിലെ കോമൺ ബാത്റൂം, മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് നോക്കി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്, നല്ല സെറ്റപ്പാണ്. മുകളിലത്തെ ഫ്ലോറിന് ഈ 2 ബെഡ്റൂമിനും കൂടി ഒരൊറ്റ കോമൺ ബാത്റൂമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു ബാത്റൂം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കാരണം ഇതൊരു സ്റ്റോർ റൂമായിട്ടാണ് യൂസ് ചെയ്യണം. ഇത് വേണമെങ്കിൽ ഈ റൂമിന്റെ സൈഡിൽ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഇതൊരു ബാത്റൂം ആക്കാൻ വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അതിനുള്ള ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ചെയ്യേ. കാരണം ഇതിന്റെ ഭിത്തി പുറത്ത് സൈഡ് തന്നെ കാരണം ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിപ്പോ ഒരു സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കുന്നതാണ്. ഇത് അപ്പുറത്തുനിന്ന് സെറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഇതൊരു ബാത്റൂം ആക്കാൻ പറ്റും. അപ്പൊ ഇതൊരു അറ്റാച്ച്ഡ് ആവും, അതും വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാം. ഇനിയിപ്പോ നമ്മുടെ ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് വെച്ചാൽ നമ്മളെ വലിയ റംബൂട്ടാൻ കാണണ്ട, റംബൂട്ടാൻ പോത്തേക്കണണ്ട, അല്ലാതെ ഈ പച്ച കളർ ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കും, പച്ച കളറാണ്. ഇതൊന്ന് പഴുത്തേണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ക്യാമറയിൽ എല്ലാം പച്ചയായിട്ട് തോന്നുള്ളൂ. കണ്ട, എല്ലാം കാഴ്ചയ്ക്കുന്നുണ്ട. ഇത് ഇപ്പോഴേ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് കാഴ്ച പോയിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ. ഇനിയിപ്പോ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ പെയിന്റിങ്ങിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കാരണം ഈ വീട് പിള്ളേരൊക്കെ ഉള്ള നല്ലോണം അഴുക്കുണ്ട്. അപ്പൊ ആ അടുപ്പിന്റെ ഒക്കെ സൈഡില്ലേ കറുത്തിരിക്കണം, അവിടെയൊക്കെ ഒന്ന് ചിപ്പ് ചെയ്തിട്ട് ടൈലൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10,000-2,500 രൂപയാണെങ്കിൽ പണിക്കാശിന് ടൈലൊട്ടിക്കൽ കൂടി കഴിയും. അപ്പൊ പിന്നെ അത് എന്തെങ്കിലും പോയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചാൽ മതി, അങ്ങനെ പോകും. കണ്ടാ, ഈ ഫ്രണ്ടിൽ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഫ്രണ്ട് സൈഡില് ഈ റോഡ് സൈഡിലായിട്ടൊന്നും മതിൽ കെട്ടണം. കണ്ടാ, ഈ ലൈനിൽ ഇവിടം വരെ ഒന്ന് മതിൽ കെട്ടണം, ഒരു ഗേറ്റ് വെക്കണം. ഇത്രയുള്ള ഈ വീടിന് ഒരു പണിയായിട്ടുള്ളത്. പിന്നെ പെയിന്റ് അടിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ അകത്ത് കയറി താമസിക്കുക. അത്രയും നല്ല വീടാണത്, ഒന്നും പറയാനില്ല. നിങ്ങളിവിടെ വന്ന് നേരിട്ട് കണ്ടോ, നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം സെറ്റപ്പുള്ളൊരു വീടാണിതെന്ന്. കണ്ടാ, ഈ മാവൊക്കെ കണ്ട നല്ല അടിപൊളി നല്ല വളമുള്ള മണ്ണാണ്. കാരണം അത് കാരണം ഇത്രയും തിങ്ങി നിൽക്കണത്. അപ്പൊ വേറെ വളവോ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതേകൂട്ട് തന്നെ കിണറ്റിലെ വെള്ളം പാറയുന്ന തന്നെ വെള്ളവും. അത് കാരണം ഉണ്ടല്ലോ നല്ല കൂളിംഗ് ആയിരിക്കും. ഇവിടെ വെള്ളപ്പൊക്കമോ കാര്യങ്ങളൊന്നും ബാധിക്കുന്ന സ്ഥലമല്ല കേട്ടോ. കാരണം വില കുറവാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ആയിരിക്കും. ഒരു തുള്ളി വെള്ളം കയറുന്ന സ്ഥലമല്ല ഇത്. 2020 വെറും 3 കിലോമീറ്റർ, ആലുവ പോഞ്ഞാശ്ശേരിന്ന് വെറും 4 കിലോമീറ്റർ. അപ്പൊ അത്രയും അടുത്ത് ഇത്രയും സൗകര്യമുള്ള ഒരു വീടാണ്. വെറും 48 ലക്ഷം രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ്, 1 രൂപ പോലും വ്യത്യാസം വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. കാരണം ഇത്രയും വില കുറഞ്ഞൊക്കെ ഇത്രയും 4 ബെഡ്റൂമുള്ള വീടൊക്കെ 48 ലക്ഷം രൂപ കിട്ടുന്ന വെച്ചാൽ അത് 7 സെന്റ് സ്ഥലമുണ്ട്, ലാഭം തന്നെയാണ്. നിങ്ങൾ ഈ 7 സെന്റ് ഇതേവിടുത്തെ വീട് വെക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പൈസ ഒന്നുമുണ്ട്. ഒരു 4 ബെഡ്റൂം ഉണ്ട്, 2 നില വീട് വെക്കുമ്പോ എനിക്ക് തോന്നുന്നു എങ്ങനെയൊക്കെ പോലും ഒരു 10-30 ലക്ഷം രൂപ മേലാവും. 30 30 നിൽക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഒരു 2500 ചൂടി തന്നെ 50 ലക്ഷം രൂപയായി. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ 7 സെന്റ് സ്ഥലം ഇവിടെ സ്ഥലത്തിന് 3 ലക്ഷം രൂപ വിലയുണ്ടതാ. അപ്പൊ 7 സെന്റ് സ്ഥലത്തിന് 21 ലക്ഷം രൂപ അതായി. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് ലാഭം മനസ്സിലായി. ഇപ്പൊ 2020 ആണെന്നുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാത്തിനും വില കുറവാണ്. പകുതി വിലക്ക് എല്ലാം കിട്ടും.